അതോടൊപ്പം മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്വാഗതം. ഇന്ന് ശരിക്കും യഥാർത്ഥത്തിൽ മഹിളാ മോർച്ചയെ സംബന്ധിച്ച് കൂടുതൽ ഒരു കരുത്താർജിക്കുന്ന, കൂടുതൽ ആളുകളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്ന ഒരു പരിപാടിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇവിടെ എത്തുമ്പോൾ കേരളത്തിലെ സ്ത്രീകൾ എന്ത് പ്രതീക്ഷിക്കണം? കേരളത്തെ സ്ത്രീകൾ ഇതുവരെ പ്രതീക്ഷിക്കാത്തതെല്ലാം നൽകിയ ഒരു നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ കാണാൻ ഉത്സാഹത്തോടെ എത്തുകയാണ്. തീർച്ചയായും വരാൻ പോകുന്ന കാലങ്ങളിലും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പദ്ധതികളിലൂടെ സ്ത്രീ ശാക്തീകരണം എന്തെന്ന് കാണിച്ചു കൊടുക്കുവാനും അതുപോലെ തന്നെ സ്ത്രീ ശക്തിയാൽ മുന്നോട്ട് പോകുന്ന ഒരു ഭാരതത്തെ കാണിച്ചു കൊടുക്കുവാനും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഉണ്ടാവുമെന്നുള്ള ഉറപ്പുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധിയായ പ്രതീക്ഷകൾ തന്നെയാണ്. പ്രതീക്ഷകൾക്കുപരി ഞങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുവാൻ കൂടിയാണ് ഈ അവസരം എടുക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നൽകുന്ന ഒരു പുതുവത്സര സമ്മാനമാണ് അദ്ദേഹം മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തുന്നു എന്നുള്ളത്. ഇക്കാലം അത്രയും പ്രവർത്തിച്ച മഹിളാ പ്രവർത്തകരോടുള്ള ആദരവ് കൂടിയാണ് അദ്ദേഹം പ്രകടമാക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇത് ഞങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ആവേശം ഞങ്ങളിൽ നിറയ്ക്കും എന്നുള്ളത് മാത്രമല്ല, വരാൻ പോകുന്ന കാലങ്ങളിൽ അത് സ്ത്രീ ശക്തിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഉറപ്പും അദ്ദേഹം നൽകുക മാത്രമല്ല നടപ്പിലാക്കി കാണിക്കുമെന്നുള്ളത് കൂടി ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാനുണ്ട്, പ്രവർത്തിക്കാനുണ്ട്. അതായത് കേരളത്തിലെ സ്ത്രീകളുടെ ഇടയിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ നമുക്കറിയാം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ വോട്ട് സ്വാധീനിക്കുന്ന രീതിയിൽ പല പദ്ധതികളും വിഭാവനം ചെയ്തു കേന്ദ്ര സർക്കാർ. പക്ഷെ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് ആ രീതിയിലുള്ള ഒരു അതായത് ഈ ഗ്യാസിൻ്റെ സബ്സിഡി അടക്കം പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ അത് കേരളത്തിലെ സ്ത്രീകളെ സ്വാധീനിക്കാൻ അത്തരം പ്രഖ്യാപനങ്ങൾ കൊണ്ട് കഴിയുമോ? അതോ ഈ വനിതാ ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഇവിടെ പ്രധാന ചർച്ചാ വിഷയമാക്കുന്നത് കേരളത്തിലെ സ്ത്രീകളെ സ്വാധീനിക്കാൻ? നോക്കൂ, ഇവിടെ ശൗചാലയങ്ങൾ ഉൾപ്പെടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര കണ്ട് പണി കഴിച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതുപോലെ തന്നെ എത്രത്തോളം ഗ്യാസ് സിലിണ്ടറുകൾ ഇവിടുത്തെ സ്ത്രീകൾക്ക് കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ കണക്ക് തന്നെ, കേരളത്തിലെ കണക്കുകളും പരിശോധിക്കണമല്ലോ. കേരളത്തിൽ ഇന്ന് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പോലും 34 ലക്ഷം ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ളത് ഈ കേരളത്തിൽ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഉജ്ജ്വല യോജന പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഗുണം ഇവിടെയും കിട്ടിയിട്ടുണ്ട്. കാര്യം ശരിയാ, കുറേയൊക്കെ പദ്ധതികളുടെ പേരും മാറ്റിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്കറിയാം ആരാണ് ഈ പദ്ധതികൾക്ക് യഥാർത്ഥത്തിൽ നടപ്പിലാക്കുന്നത്, ആരാണ് അതിനായിട്ടുള്ള പണം ഇവിടെ എത്തിക്കുന്നത് എന്ന് ഇപ്പോൾ സ്ത്രീ സമൂഹത്തിന് അറിയാം. അതുകൊണ്ട് സ്ത്രീ സമൂഹം, സ്ത്രീ ശക്തി അത് മോദിക്കൊപ്പം തന്നെയാണ്. സ്ത്രീ ശക്തി മോദിക്കൊപ്പം. ഈ സ്ത്രീ ശക്തി എന്ന് പറയുമ്പോൾ മഹിളാ മോർച്ച പ്രവർത്തകർ മാത്രമായിരിക്കുമോ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുക? അതോ കേരളത്തിലെ വിവിധ തുറകളിലുള്ള വിവിധ മേഖലകളിലുള്ള സ്ത്രീകളുടെ ഒരു സാന്നിധ്യവും പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല മുഖങ്ങളെയും ഇന്ന് ആ വേദിയിൽ, ആ സമ്മേളന നഗരിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമുക്കറിയാം ഈ വലിയ രീതിയിൽ BJP വിമർശനം ഏൽക്കേണ്ടി വന്നത് സ്ത്രീകൾക്ക് കാര്യമായ പരിഗണന കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് അല്പസമയം മുമ്പ് ഞങ്ങളോട് പ്രതികരിച്ച ശോഭാ സുരേന്ദ്രനെ വലിയ രീതിയിൽ അവഗണിക്കുന്നു എന്ന ആക്ഷേപം അവർ തന്നെയാണ് ഉയർത്തി കാണിച്ചത്. ഈ രീതിയിൽ സ്ത്രീ ശക്തിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും സ്ത്രീകൾക്ക് വലിയ പരിഗണന നൽകുമെന്നൊക്കെ പറയുമ്പോഴും കേരളത്തിൽ BJPയുടെ പ്രധാന മുഖമായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ അവഗണിക്കുന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ? നിങ്ങൾക്ക് തെറ്റായ പല ധാരണകളുണ്ടായിരിക്കാം. ശോഭാ സുരേന്ദ്രൻ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളും പറയുന്നുണ്ടാവാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, 1972 ആദ്യത്തെ മഹിളാ കൺവെൻഷനിൽ അന്ന് നിറഗർഭിണിയായിട്ടുള്ള അമ്മയുടെ വയറിലിരുന്ന, അല്ലെങ്കിൽ ആ ഒരു ദിവസം കടന്നുപോയി ഇന്ന് ഈ പാർട്ടിയിൽ ഇപ്പോൾ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ പാർട്ടി ഞങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്ന പരിഗണനയും ആദരവും കൊണ്ട് തന്നെയാണ്. ഓക്കെ, വളരെയധികം നന്ദി. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച്, മഹിളാ മോർച്ച പ്രവർത്തകരെ സംബന്ധിച്ച്, മഹിളാ മോർച്ച നേതാക്കളെ സംബന്ധിച്ച്, സംസ്ഥാന അധ്യക്ഷയെ സംബന്ധിച്ചൊക്കെ വലിയ ആവേശമുണ്ടാക്കുന്ന ഒരു ദിവസമാണ്. അവർ വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഈ ദിവസത്തെ കാണുന്നത്. BJPക്ക് വലിയ ചലനമുണ്ടാക്കാൻ, സ്ത്രീകളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ ഇന്നത്തെ ഈ പരിപാടി കൊണ്ട്, മഹിളാ സമ്മേളനം കൊണ്ട് കഴിയുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. മഹിളാ മോർച്ച നേതാക്കൾ, സംസ്ഥാന അധ്യക്ഷ ഉൾപ്പെടെ കണക്കുകൂട്ടുന്നത്. എന്തായാലും